ഇന്ന് നമ്മൾ മൈക്രോബയോളജിയുടെ ഫസ്റ്റ് ടോപ്പിക്കായ മൈക്രോസ്കോപ്പിയാണ് നോക്കുന്നത്. ബേസിക്കലി നമ്മൾ ഡിഫറെന്റ് മൈക്രോസ്കോപ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്സിലോട്ട് നമ്മൾ നീങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മൈക്രോസ്കോപ്പിന്റെ ബേസിക് പ്രോപ്പർട്ടീസ്, ലൈറ്റിന്റെ പ്രോപ്പർട്ടീസും പിന്നെ ഒരു ബ്രീഫ് ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്ക് ഇന്ന് ലൈറ്റ് മൈക്രോസ്കോപ്പി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കൊക്കെ അറിയാം മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ലാബിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്വിപ്മെന്റ് ആണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ചെറിയ ടിഷ്യൂസ്, സെൽസ് ഇവയൊക്കെ എന്താണ് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം മൈക്രോസ്കോപ്പ് തുടക്കത്തിൽ നിർമ്മിച്ച മൈക്രോസ്കോപ്പുകളൊക്കെ യൂസ് ചെയ്ത ലൈറ്റിനെയാണ്. ലൈറ്റിനെ ഉപയോഗിച്ചിട്ടാണ് മൈക്രോസ്കോപ്സ് നിർമ്മിച്ചിരുന്നത്. അപ്പം ലൈറ്റിന്റെ ഓരോ പ്രോപ്പർട്ടീസിനെ ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു ഈ മൈക്രോസ്കോപ്പുകളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പം വിസിബിൾ ലൈറ്റിനെ നമുക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ട് പരിഗണിക്കാൻ പറ്റും. ബേസിക്കലി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കോമ്പണന്റും മാഗ്നറ്റിക് കോമ്പണന്റും ഉള്ള ഒരു വേവിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേസ്, UV റേസ്, എക്സ്റേ, ഗാമ റേ, ഇങ്ങനെ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള എല്ലാ റേസും അല്ലെങ്കിൽ എല്ലാ വേവ്സും എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അതിലുള്ള ഒരു പ്രത്യേക ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഒരു പ്രത്യേക ഭാഗത്തിനാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിക്ക് റെലവെന്റ് ആയിട്ടുള്ള ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ലൈറ്റിന്റെ വേവ് പ്രോപ്പർട്ടീസിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളൊരു വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഈ വേവിന് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഇവയൊക്കെ ഓരോ വേവിന്റെയും പ്രോപ്പർട്ടീസ് ആണ്. സോ ആദ്യം നമുക്ക് വേവ് ലെങ്ത് എന്താന്ന് നോക്കാം. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വൺ പീക്ക് ആൻഡ് ദ നെക്സ്റ്റ്, അല്ലെങ്കിൽ ഒരു വേവില് ഒരേ പൊസിഷനിലുള്ള രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പിങ്ക് പോയിന്റും ഈ രണ്ട് പിങ്ക് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് റെഡ് പോയിന്റ്സ്, അല്ലെങ്കിൽ ഈ രണ്ട് യെല്ലോ പോയിന്റ്സ്, ഓർ ഈ രണ്ട് ഗ്രീൻ പോയിന്റ്സ്, ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു വേവിന്റെ ലെങ്തിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഒരേ പൊസിഷനിലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലാണ് നമ്മൾ വേവ് ലെങ്ത് മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വേവ് ലെങ്ത്. അടുത്തതാണ് ആംപ്ലിറ്റ്യൂഡ്. സോ ഒരു വേവ് എന്ന് പറയുന്നത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേരുന്നതിനാണ് നമ്മൾ ഒരൊറ്റ വേവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വേവ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലൈറ്റ് വേവ് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു വേവ് പോലെ സഞ്ചരിക്കും. സോ അതിന്റെ അപ്പർ പോർഷനിൽ, അതായത് ഈ ലൈനിന്റെ മേലത്തെ ഭാഗത്തിന് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും, ആ ലൈനിന് താഴെയുള്ള ഭാഗത്തിന് നമ്മൾ ട്രഫ് എന്ന് പറയും. സോ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ കൂടി ചേർന്നിട്ടാണ് ഒരൊറ്റ സൈക്കിൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു വേവ് സൈക്കിൾ ഉണ്ടാകുന്നത്. ഓൾറൈറ്റ്. ആൻഡ് ഒരു ക്രസ്റ്റിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രഫിന്റെ ഡെപ്തിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. സോ ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് എ ക്രസ്റ്റ് അല്ലെങ്കിൽ ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഓഫ് എ ട്രഫ്, ദാറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ നമ്മളിപ്പോ രണ്ട് പ്രോപ്പർട്ടീസ് പഠിച്ചു. ഫസ്റ്റ് ഇസ് വേവ് ലെങ്ത്, അതായത് രണ്ട് സിമിലർ പോയിന്റ്സിലുള്ള പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയും. പിന്നെ ആംപ്ലിറ്റ്യൂഡ്, ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് എ ക്രസ്റ്റ് അല്ലെങ്കിൽ ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് എ ട്രഫ്, ഇതിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. തേർഡ് പ്രോപ്പർട്ടിയാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് അല്ല ഒരൊറ്റ യൂണിറ്റ് ടൈമില് എത്ര വേവ്സ് ഉണ്ട് അതിന്റെ എണ്ണം, ആ നമ്പറിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലപ്പം ഒരു സെക്കൻഡിൽ 5 വേവ്സ് ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, 5 ഹെർട്സ് ആയിരിക്കും. ചിലപ്പം അതിനേക്കാളും കൂടാം. സോ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ വേവ്സിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് ഹൈ ഫ്രീക്വൻസി എന്ന് പറയും. ആൻഡ് ഇത് കാണാം, ഈ ഒരു യൂണിറ്റ് ടൈമിൽ ഏറ്റവും മേലത്തെ വേവിന്റെ ഫ്രീക്വൻസി കുറവാണ്, കാരണം നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ടൈം കുറവാണ്. പക്ഷെ ഏറ്റവും താഴത്തെ വേവിന് ഒരൊറ്റ യൂണിറ്റ് ടൈമിൽ കുറെ വേവ്സ് ഉണ്ട്. സോ തേർഡ് വേവിനാണ് ഫ്രീക്വൻസി കൂടുതലുള്ളത്. ആൻഡ്
ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞത് ലൈറ്റ് വേവ്സിനെ ആസ്പദമാക്കിയിട്ടാണ്. സോ ഏതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എടുത്താലും ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഒരു വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഇവയൊക്കെ ഉണ്ടായിരിക്കും. ലൈറ്റ് വേവിന്റെ കേസിൽ ലൈറ്റ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഓൾസോ ലൈറ്റിന്റെ സ്പീഡ്, എയറിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡിലാണ്. സോ ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്റേഴ്സ് ആണ് ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇനി നമുക്ക് ലൈറ്റിനെ കുറച്ച് ഇന്ററാക്ഷൻസ് പഠിക്കാം. സോ ഒരു ലൈറ്റ് വേവ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ റിഫ്ലക്ഷൻ, അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ. റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു ലൈറ്റ് ഒരു വസ്തു അല്ലെങ്കിൽ മെറ്റീരിയലിൽ വന്ന് തട്ടി തിരിച്ചു പോകുന്നതിനാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഫോർ അപ്പം ഈ റിഫ്ലക്ഷനെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ഓരോ വസ്തുവിന് ഓരോ നിറങ്ങൾ കിട്ടുന്നത്. അതായത് ഒരു ചുവന്ന തുണിക്ക് റെഡ് കളർ കിട്ടാൻ കാരണം എന്താ വെച്ചാല് റെഡ് കളർ ഒഴികെ ബാക്കി എല്ലാ കളേഴ്സ് ലൈറ്റ് വേവ്സിനെയും ഈ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. എന്നിട്ട് റെഡ് ലൈറ്റ് വേവിനെ മാത്രം റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് ആ ക്ലോത്തിന് റെഡ് കളർ കിട്ടുന്നത്. അതേപോലെ ഒരു മരത്തിന്റെ ഒരു ഇലയ്ക്ക് പച്ച കളർ കിട്ടാൻ കാരണം എന്താ വെച്ചാൽ പച്ച ലൈറ്റ് വേവ് ഒഴിച്ച് ബാക്കി എല്ലാ കളറിലുള്ള ലൈറ്റ് വേവ്സിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഈ പച്ച ലൈറ്റ് വേവ്സിനെ മാത്രം റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇലകളൊക്കെ പച്ച കളറായിട്ട് കാണുന്നത്. സോ ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു മെറ്റീരിയല് ലൈറ്റ് വേവ്സിനെ വലിച്ച് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിലൂടെ ലൈറ്റിനെ കടത്തി വിടുന്നതിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. സോ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ട്രാൻസ്പെറൻസിയും ഒപ്പാസിറ്റി. ചില വസ്തുക്കൾ ഗ്ലാസും പിന്നെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മറ്റ് വസ്തുക്കളൊക്കെ ലൈറ്റിനെ കടത്തി വിടും. അപ്പം ലൈറ്റിനെ കടത്തി വിടുന്ന വസ്തുക്കൾ നമ്മൾ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. പക്ഷെ ചില വസ്തുക്കളൊന്നും ലൈറ്റിനെ കടത്തി വിടാറില്ല. ഈ മരം, പിന്നെ സ്റ്റീൽ, ഇവയൊന്നും ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ലൈറ്റിനെ കടത്തി വിടില്ല. അവരെ നമ്മൾ ഒപ്പാക് ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പം കടത്തി വിടാത്തതിനെയാണ് നമ്മൾ ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ലൈറ്റ് എത്രത്തോളം കടത്തി വിടുന്നു, എത്രത്തോളം കടത്തി വിടുന്നില്ല, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് ആ വസ്തുവിന്റെ തിക്നെസ്സും പിന്നെ ആ വസ്തുവിന്റെ പ്രോപ്പർട്ടീസും ഒക്കെയാണ് നിർണ്ണയിക്കുന്നത്. ഈ വേറൊരു ഇന്ററാക്ഷൻ ആണ് ഇന്റർഫിയറൻസ്. സോ ഇന്റർഫിയറൻസ് മൈക്രോസ്കോപ്പിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഇന്ററാക്ഷൻ ആണ് ഇന്റർഫിയറൻസ്. ഇന്റർഫിയറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ലൈറ്റ് വേവ്സിനെ കുറിച്ച് പറഞ്ഞു. ഒരു ലൈറ്റ് വേവ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് വേവ് പോലെ സഞ്ചരിക്കും. അപ്പം ചില സമയം ഈ ലൈറ്റ് വേവ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യും. അപ്പം ഈ ലൈറ്റ് വേവ്സ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു കുളത്തിലൊരു കല്ലിടുന്നതിന് പോലെ നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു കുളത്തിൽ ഒരു കല്ലിട്ടാല് ആ കല്ലിന് ചുറ്റും കുറെ വേവ്സ് ഉണ്ടാവും. അതേപോലെ രണ്ട് കല്ലുകൾ ഒരേ സമയം കുളത്തിലിട്ടാൽ ഈ രണ്ട് കല്ലുകളും വേവ്സ് ഉണ്ടാക്കും. അപ്പം ഈ രണ്ട് കല്ലും ഉണ്ടാക്കുന്ന വേവ്സിന്റെ പ്രത്യേകതകൾ, അതായത് ഈ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ചില സമയം എന്താണ്, ഒരേ സമയത്ത് രണ്ട് കല്ലിട്ടാല് ഈ രണ്ട് കല്ലും ഉണ്ടാക്കുന്ന വേവ്സ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യും, കൂട്ടിമുട്ടാം. അപ്പം കൂട്ടിമുട്ടുന്നതിനെയാണ് നമ്മൾ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട്, ഇന്റർഫിയറൻസ് ആണ്. രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലൈറ്റ് വേവ്സ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടിമുട്ടിയതിനു ശേഷം മൂന്നാമത്തെ തരത്തിലുള്ള പുതിയൊരു വേവ്സ് ഇവ ഉണ്ടാക്കും. സോ ഇതൊരു ഫിഗർ ആണ് ഇന്റർഫിയറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ലേസർ ലൈറ്റ് നമ്മൾ പാസ് ചെയ്യാണ്, കടത്തിവിടുകയാണ്. ഒരു ഒപ്പാക് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ രണ്ട് വളരെ ചെറിയ ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയ സ്ലിറ്റ്സിലൂടെ നമ്മൾ ലൈറ്റ് കടത്തിവിടും. അപ്പം ഈ രണ്ട് ഓപ്പണിങ്ങിലൂടെ മാത്രം രണ്ട് ലൈറ്റ് വേവ്സ് കടത്തിവിടും. അപ്പം ചില ഭാഗങ്ങളിൽ ഈ രണ്ട് ലൈറ്റ് വേവ്സും ഇന്ററാക്ട് ചെയ്യും. ഈ ഒരു ഭാഗത്ത് മാത്രം ലൈറ്റ് വേവ്സ് ഇന്റർഫിയറൻസ് നടത്തും. അപ്പം ഇതിനാണ് നമ്മൾ ഇന്റർഫിയറൻസ് പറയുന്നത്. രണ്ട് ലൈറ്റ് വേവ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇന്റർഫിയറൻസ് പറയുന്നത്. വേറൊരു പ്രോപ്പർട്ടിയാണ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് വേവ്സിന്റെ ബെൻഡിങ്ങിനെയാണ്. പൊതുവെ നമ്മുടെ ലൈറ്റ് വേവ്സ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ചില സമയം ലൈറ്റ് വേവ്സിനെ വളരെ ചെറിയ ഓപ്പണിങ്ങിലൂടെ കടത്തിവിടുമ്പം ലൈറ്റിന്റെ
സഞ്ചാരണ പാത അത് ചെറുങ്ങനെ വളയും. അപ്പം ഈ ഒരു ബെൻഡിങ്ങിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ കൂടുതലും കാണുന്നത് എന്താണ്, പ്രൊണൗൺസ് ഒബ്ജക്റ്റ് സ്മോളർ, അതായത് വേവ് ലെങ്ത്, ലൈറ്റിന്റെ വേവ് ലെങ്ത്തും ആ ഒബ്ജക്റ്റിന്റെ ഓപ്പണിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കുമാണ് ഡിഫ്രാക്ഷൻ കാണുന്നത്. ആൻഡ് ഡിഫ്രാക്ഷനും ഇന്റർഫിയറൻസും ചിലപ്പം ഒരേ സമയത്ത് നടക്കാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ലൈറ്റ് ഇങ്ങനെ ചെറിയ ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്തു. അപ്പൊ ആ ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ ചെറിയൊരു ബെൻഡിങ് നടക്കും. എന്നിട്ട് വീണ്ടും അതിനേക്കാളും ചെറിയൊരു ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇന്റർഫിയറൻസ് നടക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു റീജിയനിൽ ഇന്റർഫിയറൻസ് നടക്കുന്നുണ്ട്, രണ്ട് ലൈറ്റ് വേവ്സ് തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട്. സോ ദിസ് ഇസ് ഡിഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫിയറൻസ്. ഈ ഡിഫ്രാക്ഷൻ ഇന്റർഫിയറൻസ് ഒക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിലോട്ടൊക്കെ നമ്മൾ ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ, അതായത് പൊതുവെ ഏറ്റവും ആദ്യമൊക്കെ നിർമ്മിച്ചിരുന്ന മൈക്രോസ്കോപ്സിലൊക്കെ ലൈറ്റിന്റെ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. സോ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ലൈറ്റ് വേവ് ഒരു മെറ്റീരിയലിൽ നിന്ന് മറ്റൊരു മെറ്റീരിയലിലോട്ട് കടന്ന് സഞ്ചരിക്കുമ്പോൾ ആ ലൈറ്റ് വേവിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡയറക്ഷനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലൈറ്റ് എയറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ലൈറ്റ് വേവ്സിന്റെ സഞ്ചാരണ പാതയിൽ ചെറിയൊരു ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവും. ഇതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഡയഗ്രാം നമുക്ക് നോക്കാം. സോ ഒരു ലൈറ്റ് ഇങ്ങനെ എയറിലൂടെ പാസ് ചെയ്യുന്നു, പക്ഷെ നേരെ പാസ് ചെയ്യുന്നതിന് പകരം ഗ്ലാസ്സിലൂടെ പോകുമ്പോൾ എന്താണ്, ആ സഞ്ചാരണ പാതയിൽ ചെറിയൊരു ഡയറക്ഷൻ മാറി. ഇതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയും. എന്നിട്ട് വീണ്ടും എയറിലോട്ട് പോകുമ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ റിഫ്രാക്ഷൻ സംഭവിക്കും, ബിക്കോസ് വീണ്ടും മീഡിയം മാറി. അതായത് ഗ്ലാസും എയറും തമ്മിൽ വീണ്ടും ചേഞ്ച് വന്നുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ വീണ്ടും മാറി. ഇതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷനും റിഫ്രാക്ഷനും രണ്ടും ഡിഫറെന്റ് ആണ്. കാരണം ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ഒരു ചെറിയ ഓപ്പണിങ്ങിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെൻഡിങ്ങിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ലൈറ്റിന്റെ മീഡിയം, അതായത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന മീഡിയം അല്ലെങ്കിൽ അതിന്റെ എൻവയൺമെന്റ് മാറുമ്പോഴുണ്ടാവുന്ന ഡയറക്ഷൻ ചേഞ്ചിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓരോ മെറ്റീരിയലിലൂടെയും ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്. നമ്മൾ പറഞ്ഞ എയറിലൂടെ സഞ്ചരിക്കുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ m/s ആണ്. പക്ഷെ വെള്ളത്തിൽ ലൈറ്റിന്റെ സ്പീഡ് കുറവാണ്. ഏറ്റവും കൂടുതൽ സ്പീഡ് എയറിലും വാക്കത്തിലാണ്. വാട്ടറിൽ ലൈറ്റിന്റെ സ്പീഡ് 2.3 × 10⁸ m/s. ഗ്ലാസ്സിൽ 2 × 10⁸ m/s. ആൻഡ് ഡയമണ്ടിൽ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1.2 × 10⁸ m/s ആണ്. സോ എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ഇതിലൂടെയൊക്കെ ലൈറ്റ് സഞ്ചരിക്കുമ്പോഴാണ് ലൈറ്റിന്റെ സ്പീഡ് എന്താണെന്ന് നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. പിന്നെ റിഫ്രാക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ടേം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റിന്റെ ആ ബെൻഡിങ്ങിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എത്രത്തോളം ബെൻഡ് ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ലൈറ്റിന്റെ സ്പീഡിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും ലൈറ്റിന്റെ സ്പീഡും കുറയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. പക്ഷെ എയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ m/s. പക്ഷെ ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലാണ്, 2.42 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഡയമണ്ടില് ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1.2 × 10⁸ m/s ആണ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും ലൈറ്റിന്റെ സ്പീഡ് കുറയും. അതാണ് നമ്മൾ വേറൊരു എക്സാമ്പിൾ. അതായത് വെള്ളവും എയറും കമ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തില് എന്താണ്, എയറിനെക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. അതുകൊണ്ട് വെള്ളത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും. സോ ഇതാ ഒന്നുകൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് എയർ ആൻഡ് ദിസ് ഇസ് അനദർ മീഡിയം, ഫോർ എക്സാമ്പിൾ വാട്ടർ. അപ്പം നമ്മുടെ ലൈറ്റ് ശരിക്കും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. ബട്ട് മീഡിയം മാറിയതുകൊണ്ട് ആ ലൈറ്റ് വേവിന്റെ ഡയറക്ഷനിൽ ചെറിയൊരു റിഫ്രാക്ഷൻ വന്നു. ആൻഡ് ആ റേനാണ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്.
ആൻഡ് ഇത് ഓരോ മെറ്റീരിയൽസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതിൽ എയർ, വാട്ടർ, പിന്നെ ഗ്ലാസ്, ഡയമണ്ട് ഇതിന്റെയൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ മൈക്രോസ്കോപ്പിലുള്ള ലെൻസുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ കോമൺ ആയിട്ട് ഉള്ള മൈക്രോസ്കോപ്പിലൊക്കെ ഉള്ള മെയിൻ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസുകളാണ്. ഈ കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെറിയ ഒബ്ജക്റ്റിനൊക്കെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കൂടാണ്ട് കോൺകേവ് ലെൻസുകളും ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് ലൈറ്റിന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ് ആൻഡ് ദിസ് ഇസ് എ കോൺകേവ് ലെൻസ്. അപ്പം കോൺവെക്സ് ലെൻസിലൂടെ ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ ലൈറ്റിന്റെ പാത്തിലാണ്, ഡിഫറൻസിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് മൈക്രോസ്കോപ്സിലോട്ട് നീങ്ങാം. അപ്പം മൈക്രോസ്കോപ്പില് കുറിച്ച് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫിയറൻസ്. ഈ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. അപ്പം ആന്റൺ വോൺ ലിവൻഹോക്കിനാണ് നമ്മൾ ഫാദർ ഓഫ് മൈക്രോബയോളജി ആയിട്ട് പരിഗണിക്കുന്നത്. ഇദ്ദേഹമാണ് ആദ്യത്തെ മൈക്രോസ്കോപ്പ് പ്രോപ്പർ ആയിട്ട് നിർമ്മിച്ചത്. ഡച്ച് റിപ്പബ്ലിക്കിൽ ഡെൽഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. തുടക്കത്തിൽ ഇയാളൊരു ഫാബ്രിക് സെയിൽസ്മാൻ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഇദ്ദേഹം ഇങ്ങനെ ലെൻസുകളൊക്കെ നിർമ്മിക്കുന്നതിൽ കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മൈക്രോസ്കോപ്പിനെ നിർമ്മിച്ചത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് മൈക്രോബ്സ്, അതായത് സൂക്ഷ്മജീവികൾ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ലിവൻഹോക്ക് ആയിരുന്നു. ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 1674 റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലോട്ട് ഈ ഒബ്സർവേഷൻസ്, അതായത് ഏകകോശ ജീവികളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു. ഈ നിരീക്ഷണങ്ങളുടെ ഒരു റിപ്പോർട്ട് ലെറ്റേഴ്സ് ആയിട്ട് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലോട്ട് ഇദ്ദേഹം സെൻഡ് ചെയ്തു. പക്ഷെ ലിവൻഹോക്കിന് മുന്നേ തന്നെ വേറെയും കുറെ ആൾക്കാർ മൈക്രോസ്കോപ്സ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1500s നെതർലൻഡിലുള്ള ഈ ഐ ഗ്ലാസ് മേക്കേഴ്സും പിന്നെ ഗലീലിയോ ഒക്കെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നിർമ്മിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ലിവൻഹോക്ക് ഉണ്ടാക്കിയത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിരുന്നു. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റ ലെൻസേ ഉണ്ടാവുള്ളൂ. ലൈറ്റിനെ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ലെൻസേ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറച്ച് മാഗ്നിഫിക്കേഷനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഗലീലി നിർമ്മിച്ചത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആയിരുന്നു. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പൊതുവെ ഒന്നിൽ കൂടുതൽ ലെൻസ് ഉണ്ടാവും. പൊതുവെ 2 സെറ്റ് ലെൻസ് ഉണ്ടാവും. അപ്പം ലൈറ്റിന് ഇമേജിനെ കുറച്ചും കൂടെ വലുതാക്കാൻ നമുക്ക് സഹായിക്കും. പിന്നെ ലിവൻഹോക്കിന് ശേഷം മൈക്രോബയോളജിയിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നടത്തിയ വേറൊരു വ്യക്തിയായിരുന്നു റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കും മൈക്രോസ്കോപ്പിലുള്ള നിരീക്ഷണങ്ങൾക്കനുസരിച്ച് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 1665 മൈക്രോഗ്രാഫിയ എന്ന് പറഞ്ഞ ഒരു ബുക്കില് ഇദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസിനൊക്കെ കുറിച്ച് കുറെ റിപ്പോർട്ടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കോക്ക് സാമ്പിളിൽ അദ്ദേഹം ഒബ്സർവേഷൻ നടത്തി. കോക്ക് എന്ന് പറയുന്നത് പണ്ടത്തെ ബോട്ടിലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നടപ്പായിരുന്നു. അത് ഓക്ക് മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു വസ്തുവാണ് കോക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ കോർക്കിനെ അദ്ദേഹം മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പം സെൽസിന്റെ രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹം ഹണികോംബ് അപ്പിയറൻസ് അല്ലെങ്കിൽ സ്മോൾ ബോക്സസ് ഓർ ബ്ലാഡേഴ്സ് ഓഫ് എയർ ഇങ്ങനെയൊക്കെയാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. സോ റോബർട്ട് ഹുക്ക് കോക്ക് സാമ്പിൾസിൽ ആദ്യമായിട്ട് ഡെഡ് സെൽസിനെയാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. പിന്നെ അതിനുശേഷം 1830 ജോസഫ് ജാക്സൺ ലിസ്റ്റർ ആണ് മോഡേൺ ലൈറ്റ് മൈക്രോസ്കോപ്പ് നിർമ്മിച്ചത്. നമ്മളിപ്പം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റ് മൈക്രോസ്കോപ്സ് നിർമ്മിച്ച വ്യക്തിയാണ് ജോസഫ് ജാക്സൺ ലിസ്റ്റർ. അതിനുശേഷം ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലാണ്ട് പലതരത്തിലുള്ള മൈക്രോസ്കോപ്സ് നിർമ്മിച്ചു തുടങ്ങി. ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്, പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മള് ഇപ്പം യൂസ് ചെയ്യുന്ന ലൈറ്റ് മൈക്രോസ്കോപ്സ് വിസിബിൾ ലൈറ്റ് ആണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റ് വെച്ചിട്ടാണ് ഒബ്സർവേഷൻ നടത്തുന്നത്. ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിൽ UV റേസ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ലൈറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, മറിച്ച് ഇലക്ട്രോൺസിനാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിനും ഒരു വേവ് നേച്ചർ ഉണ്ട്. ഇലക്ട്രോൺസിന് വേവ് ലെങ്തും ആംപ്ലിറ്റ്യൂഡും ഒക്കെ ഉണ്ടാവും ഏറ്റവും അറ്റോമിക് ലെവലിൽ. അപ്പം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള ഇലക്ട്രോൺ ബീംസ് വെച്ചിട്ടാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ നടത്തുന്നത്. അങ്ങനെ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞ ഫീൽഡിൽ ഒത്തിരി ഡെവലപ്മെന്റ്സ് നടന്നിട്ടുണ്ട്.
ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള മൈക്രോസ്കോപ്സ് ഏതൊക്കെയാന്ന് നോക്കാം. സോ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അതായത് ചെറിയ ചെറിയ വസ്തുക്കളെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെ വലുതാക്കി മാഗ്നിഫൈ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോസ്കോപ്പ്. ഒത്തിരി തരത്തിലുള്ള മൈക്രോസ്കോപ്സ് ഉണ്ട്. ലൈറ്റ് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ്. സോ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്സിൽ നമ്മള് ഷാർപ്പ് പ്രോബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ഷാർപ്പ് ആയിട്ടുള്ള ചെറിയൊരു മെറ്റീരിയൽ ഉണ്ടാവും. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വസ്തുവിന്റെ മീതെ കൂടെ ജസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകും, സർഫസ് ലെവലിലൂടെ സ്കാൻ ചെയ്ത് പോകും. അങ്ങനെ ഷാർപ്പ് പ്രോബ്സ് വെച്ചിട്ട് സ്പെസിമിനെ സ്കാൻ ചെയ്തിട്ട് ഒരു മാഗ്നിഫൈഡ് ഇമേജ് ഉണ്ടാക്കും. അത്തരം മൈക്രോസ്കോപ്സിനാണ് നമ്മൾ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്സ് എന്ന് പറയുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ് ഉണ്ട്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഡിഫറൻഷ്യൽ ഇന്റർഫിയറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ DIC മൈക്രോസ്കോപ്പ്, ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പ്, കൺഫോക്കൽ സ്കാനിങ് ലേസർ മൈക്രോസ്കോപ്പ് ആൻഡ് ടു ഫോട്ടോൺ മൈക്രോസ്കോപ്പ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈറ്റ് മൈക്രോസ്കോപ്സ് മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ഒത്തിരി ടൈപ്പ് ഉണ്ട്. ബേസിക്കലി 2 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. പിന്നെ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിലും മെയിൻ ആയിട്ട് 2 എണ്ണം ഉണ്ട്. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ആൻഡ് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. ഓരോ മൈക്രോസ്കോപ്പിന്റെ ഡിഫറെന്റ് ടൈപ്സ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ മൈക്രോസ്കോപ്പിന് 2 ടൈപ്പ് പാർട്സ് ആണുള്ളത്. മെക്കാനിക്കൽ പാർട്സും ഒപ്റ്റിക്കൽ പാർട്സും. മെക്കാനിക്കൽ പാർട്സ് എന്ന് പറയുമ്പോൾ ആ മൈക്രോസ്കോപ്പിന്റെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത മെക്കാനിക്കൽ പാർട്ട്. ഒപ്റ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത് മെയിൻലി ലെൻസ്, ലൈറ്റ് സോഴ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പാർട്ടില് 3 പാർട്ടാണുള്ളത്: ഹെഡ്, ആം ആൻഡ് ബേസ്. ഹെഡ് എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും മേലത്തെ ഭാഗത്തിനാണ്. ഈ ഹെഡ് റീജിയനിലാണ് നമ്മുടെ ഓക്യുലർ ലെൻസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ ഒപ്റ്റിക്കൽ പാർട്ടിന്റെ മേലത്തെ ലെൻസ് ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹെഡ് റീജിയനിലാണ്. ആം എന്ന് പറയുന്നത് ഇതാണ്, ഈ എൽ ഷേപ്പിലുള്ളത്. ഇത് മൈക്രോസ്കോപ്പിന്റെ ഹെഡിനെയും ബേസിനെയും കണക്ട് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ ആം എന്ന് പറയുന്നത്. ഈ ആമിനാണ് നമ്മൾ പിടിച്ചിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിനെ ക്യാരി ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഹാൻഡിൽ പോലെയാണ് ആം പ്രവർത്തിക്കുന്നത്. ബേസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിനെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യും. ഓൾസോ ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഇലൂമിനേറ്റർ ഉള്ള ഭാഗം, ഇലൂമിനേറ്റർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബേസിലാണ്. സോ മെക്കാനിക്കൽ പാർട്ടിൽ 3 പാർട്സ് ആണുള്ളത്: ഹെഡ്, ആം ആൻഡ് ബേസ്. വെരി ഈസി. പിന്നെ ഒപ്റ്റിക്കൽ പാർട്സിന് കുറെ എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഐ പീസ്. ഐ പീസ് എന്ന് പറയുന്നത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ആണ് ഐ പീസ് എന്ന് പറയുന്നത്. സോ ഇത് കൂടെയാണ്, ഐ പീസിലൂടെയാണ് നമ്മൾ ശരിക്കും ഇമേജിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഐ പീസിൽ ഉള്ള ലെൻസിനാണ് നമ്മൾ ഓക്യുലർ ലെൻസ് എന്ന് പറയുന്നത്. ഐ പീസിൽ നമ്മൾ ഓക്യുലർ ലെൻസ് എന്ന് പറയും. ഇതാണ് അപ്പർ പാർട്ട് ഓഫ് ദി മൈക്രോസ്കോപ്പ്. പിന്നെ ഐ ട്യൂബ്. ഓക്യുലർ ലെൻസ് അല്ലെങ്കിൽ ഐ പീസ് വെച്ചിരിക്കുന്ന ആ ട്യൂബിനെയാണ് നമ്മൾ ഐ ട്യൂബ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് മൈക്രോസ്കോപ്പിന്റെ മെയിൻ ലെൻസ്. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. അതിൽ 3-4 ടൈപ്പ് ലെൻസുകൾ ഉണ്ടാവും. ഓരോ ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ ഡിഫറെന്റ് ആയിരിക്കും. 4x, 10x, 40x, 100x. ഇങ്ങനെ മാഗ്നിഫിക്കേഷന്റെ പവർ കൂടി വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടായിരിക്കും. നോസ് പീസ്. ഈ സർക്കിൾ പോലെ കാണുന്ന ഒരു വട്ടത്തിലുള്ള ഒരു ഡിസ്ക് പോലത്തെ ഒരു ഭാഗമാണ് നോസ് പീസ്. ഈ നോസ് പീസിലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ലെൻസ് വേണം അതിനനുസരിച്ച് നമുക്ക് ഈ നോസ് പീസിന് ഇങ്ങനെ കറക്കിയിട്ട് വേണ്ട ഒബ്ജക്റ്റീവ് ലെൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് നോബ്സ്. അഡ്ജസ്റ്റ്മെന്റ് നോബ്സ് എന്ന് പറയുന്നത് ആം റീജിയനിൽ, മൈക്രോസ്കോപ്പിന്റെ ആം റീജിയനിൽ ഉള്ള 2 റൊട്ടേറ്റിംഗ് നോബുകളാണ് അഡ്ജസ്റ്റ്മെന്റ് നോബ്സ്. അതിൽ 2 ഉണ്ട്: കോഴ്സ് അഡ്ജസ്റ്റ്മെന്റും ഫൈൻ അഡ്ജസ്റ്റ്മെന്റും. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിനെ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്, കോഴ്സ്
ഫോക്കസിങ്ങിനും പിന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റിനാണ് നമ്മൾ ഫൈൻ നോബ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു പാർട്ടാണ് കണ്ടൻസർ. കണ്ടൻസർ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പ് ലൈറ്റ് സോഴ്സിന് തൊട്ട് മേലെ ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ കണ്ടൻസർ എന്ന് പറയുന്നത്. ഇതാണ് ഈ കണ്ടൻസർ വഴിയാണ് ലൈറ്റിനെ മൊത്തം കണ്ടൻസ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ട് സ്പെസിമെനിലോട്ട് എത്തിക്കുന്നത്. ലൈറ്റ് സോഴ്സ് ആണ് അല്ലെങ്കിൽ ഇലൂമിനേറ്റർ. ഈ ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഇലൂമിനേറ്റർ എന്ന് വരുന്ന ലൈറ്റിനെ കണ്ടൻസർ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് സ്പെസിമെനിലോട്ട് എത്തിക്കും. സ്പെസിമെൻ ഇവിടെയാണ് ഉണ്ടാവുക. ആൻഡ് ഡയഫ്രം അല്ലെങ്കിൽ ഐറിസ്. കണ്ടൻസറിന്റെ ഡയാമീറ്റർ അല്ലെ കണ്ടൻസറിന്റെ ഓപ്പണിങ്ങിനെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടാണ് ഡയഫ്രം അല്ലെങ്കിൽ ഐറിസ്. കണ്ടൻസർ വഴി എത്രത്തോളം ലൈറ്റ് മേലോട്ട് പോകണം എന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടപ്പ് അല്ലെങ്കിൽ ഒരു ഡയഫ്രം ആണ് ഐറിസ്. പിന്നെ ഇലൂമിനേറ്റർ ലൈറ്റ് സോഴ്സ്. പിന്നെ അപ്പേർച്ചർ എന്ന് പറയുന്നത് ഇലൂമിനേറ്ററിലുള്ള ഒരു സ്റ്റേജിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഈ ഓപ്പണിംഗ് വഴിയാണ് മേലോട്ട് ലൈറ്റ് പോകുന്നത്. സ്റ്റേജ് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പിലുള്ള ഭാഗത്തിനെയാണ്. ഈ സ്റ്റേജിലാണ് നമ്മുടെ സ്പെസിമെന്റ് നമ്മൾ ഗ്ലാസ് സ്ലൈഡിൽ ഇങ്ങനെ വെക്കുന്നത്. ആൻഡ് ഗ്ലാസ് സ്ലൈഡിനെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 ക്ലിപ്പ് ഉണ്ടാവും. അതിന് നമ്മൾ സ്റ്റേജ് ക്ലിപ്സ് എന്ന് പറയും. മെക്കാനിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് ക്ലിപ്പിനോട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് വേറൊരു ഭാഗത്തിനാണ്. ഈ മെക്കാനിക്കൽ സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് സ്ലൈഡിനെ നീക്കാനൊക്കെ പറ്റും. മേലോട്ടും താഴോട്ടും അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ നീക്കി കളിക്കാൻ നമുക്ക് പറ്റും. സോ ഇതൊക്കെയാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ബേസിക് പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ മൈക്രോസ്കോപ്പുകളും അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പിലുള്ള ഡിഫറെന്റ് മൈക്രോസ്കോപ്സ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ലാബിലൊക്കെ കാണുന്ന മൈക്രോസ്കോപ്പ്. സോ ദിസ് ഇസ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിത്ത് 2 or more ലെൻസസ്. ബ്രൈറ്റ് ഫീൽഡ് പേരിൽ തന്നെ ഉണ്ട്. അതായത് ഒരു ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡാർക്ക് ഇമേജ് ഉണ്ടാക്കും. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്പെസിമെൻ അതൊരു സെൽ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ചെറിയൊരു ജീവി ഇതിനൊക്കെയാണ് നമ്മൾ സ്പെസിമെൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പെസിമെനെ നമുക്ക് ഡാർക്ക് ആയിട്ടാണ് കാണാൻ പറ്റുക. സ്പെസിമെന് ചുറ്റുമുള്ള പ്രദേശത്ത് നമ്മൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടായിരിക്കും കാണുക. അപ്പൊ ഒരു ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡാർക്ക് ഇമേജ് ആയിട്ടാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഇമേജ് കാണിച്ചു തരുന്നത്. ഐ പീസസ് ഒന്നെങ്കിൽ മോണോക്യുലർ ആയിരിക്കും അല്ലെങ്കിൽ ബൈനോക്യുലർ ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ ഒരൊറ്റ ഐ പീസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഫിഗറിലുള്ള പോലെ 2 ഐ പീസ് ഉണ്ടാവും. ഇത് നമ്മൾ ബൈനോക്യുലർ എന്ന് പറയും. ഇനി ഒറ്റ ഒരു ഐ പീസ് ഉള്ളെങ്കിൽ നമ്മൾ അതിനെ മോണോക്യുലർ എന്ന് പറയും. അപ്പം ഒന്നെങ്കിൽ ഒറ്റ ഐ പീസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ 2 ഐ പീസ് ഉണ്ടാവും. ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ 10x ആണ്. 10 ടൈംസ് മാഗ്നിഫൈ ചെയ്യും. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് ഒന്നെങ്കിൽ 4 ടൈംസ് പിന്നെ 10 ടൈംസ് 100 ടൈംസ് വരെ മാഗ്നിഫൈ ചെയ്യും. സ്പെസിമെനെ നമ്മൾ ഗ്ലാസ് സ്ലൈഡിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റേജിൽ കീപ്പ് ചെയ്യും. എന്നിട്ട് സ്റ്റേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ സ്റ്റേജ് ഉണ്ട്. അതോടെ ഈ മൈക്രോസ്കോപ്പിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻ അഡ്ജസ്റ്റ്മെന്റും കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്സും ഉണ്ട്. ഇലൂമിനേറ്റർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ താഴെ ലൈറ്റ് ബൾബ് ഉണ്ടാവും. ഈ ലൈറ്റ് ബൾബ് നിന്നാണ് ലൈറ്റ് വരുന്നത്. പിന്നെ ലൈറ്റ് എത്രത്തോളം ലൈറ്റ് മേലോട്ട് പോകണമെന്ന് കൺട്രോൾ ചെയ്യുന്നത് കണ്ടൻസർ ലെൻസ് ആണ്. കണ്ടൻസറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസർ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് ഡയഫ്രം വെച്ചിട്ട് നമുക്ക് ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ് നമുക്ക് റിയോസ്റ്റാറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ഓൾ ദി ബേസിക് പാർട്സ് ഓഫ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്. അപ്പം ഇമേജ് എങ്ങനെ ഫോം ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു ബ്രൈറ്റ് ഫീൽഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എടുക്കുമ്പോൾ നമ്മൾ സ്പെസിമെനെ നമ്മൾ പൊതുവെ സ്റ്റെയിൻ ചെയ്യും. അതായത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പൊതുവെ നമ്മൾ ഒരു ഗ്ലാസ് സൈഡിൽ ഒരു സെല്ലോ ടിഷ്യോ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റില്ല. കാരണം വളരെ ചെറിയ സാധനമാണ്, വളരെ തിൻ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല സെല്ല് ഏതാണ്, ചുറ്റുമുള്ള മീഡിയം ഏതാണ്. അപ്പം സെല്ലിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെല്ല് നമ്മൾ സ്റ്റെയിൻ ചെയ്യും. ഈ സ്റ്റെയിനിലുള്ള പിഗ്മെന്റിനെ നമ്മൾ ക്രോമോഫോർ എന്നാണ് പറയുന്നത്. അപ്പം ക്രോമോഫോറിന്റെ സഹായത്തോടെയാണ് നമുക്ക് ഇമേജുകളൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 10,000 ടൈംസ് വരെ നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. ബാക്ടീരിയ പോലത്തെ വളരെ ചെറിയ ജീവികൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വൈറസ് എന്ന് പറയുന്ന ബാക്ടീരിയനേക്കാളും ഒത്തിരി മൈക്രോസ്കോപ്പിക് ആണ്. വൈറസിന് നമുക്ക് പൊതുവെ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റില്ല. പിന്നെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്
റെസൊല്യൂഷൻ ചിലപ്പം കുറഞ്ഞേക്കാം. അതായത് ഒത്തിരി മാഗ്നിഫിക്കേഷൻ 100 ടൈംസിലോട്ടൊക്കെ പോകുമ്പോൾ അതിന്റെ റെസൊല്യൂഷൻ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ നമുക്ക് അത്രയും വൃത്തിക്ക് ഇമേജ് ഒന്നും കാണാൻ പറ്റണമെന്നില്ല. അപ്പം അത് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ അതിന് എന്താണ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടെക്നിക്കാണ് ഓയിൽ ഇമേഴ്ഷൻ. ഓയിൽ ഇമേഴ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്പെസിമെന്റെയും ലെൻസിന്റെയും ഇടയിൽ ഒരു ഡ്രോപ്പ് ഓഫ് ഓയിൽ ആഡ് ചെയ്യും. അപ്പം ഇങ്ങനെ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്ക് ഹൈ റെസൊല്യൂഷനിൽ ഇമേജ് കാണാൻ പറ്റും. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സെഡാർ വുഡ് ഓയിൽ ഒക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഓയിൽ ഇമേഴ്ഷൻ ടെക്നിക്. 100x പവറിൽ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഇമേജ് നോക്കുമ്പോൾ പൊതുവെ ഈ ലെൻസും ഗ്ലാസ് സ്ലൈഡും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ എയർ ഉണ്ടാവും. സോ പ്രശ്നം സംഭവിക്കുക എന്താ വെച്ചാല് നമ്മുടെ ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്യും, ഗ്ലാസ്സിലൂടെ പാസ് ചെയ്യും. എന്നിട്ട് എയറിൽ എത്തുമ്പോൾ ലൈറ്റിൽ റിഫ്രാക്ഷൻ വരും. അപ്പൊ റിഫ്രാക്ഷൻ വന്നാൽ നമുക്ക് ഇമേജ് വൃത്തിക്ക് കാണാൻ പറ്റില്ല. അപ്പം ഈ റിഫ്രാക്ഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്ലാസ് സ്ലൈഡിന്റെ മീതെ ഒരു ചെറിയ ഡ്രോപ്പ് ഓയിൽ ആഡ് ചെയ്യും. സോ ഓയിലിന്റെയും ഗ്ലാസിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ലൈറ്റ് എന്താണ് നേരെ പാസ് ചെയ്യും, എന്നിട്ട് നമുക്ക് വൃത്തിക്കുള്ള ഇമേജ് കിട്ടും. സോ ഇതിനാണ് നമ്മൾ ഓയിൽ ഇമേഴ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ പൊതുവെ കാണുന്ന ഒരു ഇമേജ്. സ്റ്റെയിൻ ചെയ്തിട്ട് റെഡ് കളറിലൊക്കെ കാണുന്നത് നമ്മൾ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ്. ചുറ്റുമുള്ള ഇതില്ല, ഈ ബ്ലാക്ക് റീജിയൻ ശരിക്കും മൈക്രോസ്കോപ്പിന്റെ ഭാഗമല്ല. സോ ഇവിടെ സെല്ലില്ലാത്ത ഭാഗമൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. സെൽസിന്റെ മെയിൻ ഭാഗം സ്റ്റെയിൻ ചെയ്ത ഭാഗങ്ങളൊക്കെ ഡാർക്ക് ആയിട്ടാണ് കാണുക. ഡാർക്ക് കളേർഡ് പാറ്റേൺസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ബ്രൈറ്റ് ഫീൽഡിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ബ്രൈറ്റ് ഫീൽഡിൽ ഒരു ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഡാർക്ക് ഇമേജ് ആണ് നമുക്ക് കാണുന്നത്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പില് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിന് ബ്രൈറ്റ് ഒബ്ജക്ട്സ് ആണ് കാണാൻ പറ്റുന്നത്. സോ കൺഫ്യൂസ് ആവരുത്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. സോ എങ്ങനെ മോഡിഫൈ ചെയ്ത് വെച്ചാല് മൈക്രോസ്കോപ്പിന്റെ ഇലൂമിനേറ്ററിന്റെയും കണ്ടൻസർ ലെൻസിന്റെയും നടുവിലായിട്ട് വേറൊരു പുതിയൊരു പാർട്ട് ഉണ്ട്. ഇതിന് നമ്മൾ ഒപ്പാക് ഡിസ്ക് എന്ന് പറയും. സോ ഒരു സ്മോൾ ഒപ്പാക് ഡിസ്ക് ഇലൂമിനേറ്ററിന്റെയും കണ്ടൻസർ ലെൻസിന്റെയും ഇടയിൽ കൊണ്ടുവച്ചു. അപ്പം ഈ ഒപ്പാക് ഡിസ്കിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാല് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന മിക്ക ലൈറ്റിനെയും ഇവര് തടഞ്ഞു നിർത്തും. എന്നിട്ട് കുറച്ച് ലൈറ്റിനെ മാത്രമേ ഇവര് മേലോട്ട് കടത്തിവിടുള്ളൂ. ഒരു ഹോളോ കോൺ ഓഫ് ലൈറ്റ് ആയിട്ടാണ് കടത്തിവിടുന്നത്. സോ ഇതാണ് നമ്മൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ ലൈറ്റ് സോഴ്സ്. ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് മേലോട്ട് പോകും. അപ്പം അതിന് മേലായിട്ടാണ് ഒപ്പാക് ഡിസ്ക് ഉള്ളത്. ഒപ്പാക് ഡിസ്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത്രയും ഭാഗത്തൂടെ അവർക്ക് ലൈറ്റ് കടത്തിവിടാൻ പറ്റില്ല. അതുകൊണ്ട് മേലോട്ട് പോകുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഹോളോ കോൺ ആയിരിക്കും. നടുഭാഗത്ത് ലൈറ്റ് ഉണ്ടാവില്ല, ചുറ്റും മാത്രമേ ലൈറ്റ് ഉണ്ടാവുള്ളൂ. സോ ഒരു ഹോളോ സിലിണ്ടർ പോലെ അല്ലെങ്കിൽ ഒരു ഹോളോ കോൺ പോലെയാണ് മേലോട്ട് ലൈറ്റ് പോകുക. സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നമുക്ക് സ്റ്റെയിൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റെയിൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് മാഗ്നിഫിക്കേഷൻ നടത്താൻ പറ്റും. ഭയങ്കര റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ലൈവ് സ്പെസിമെൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നമുക്ക് ജീവനുള്ള സ്പെസിമെൻസ് ഒന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സെല്ലിനെയോ ടിഷ്യൂവിനെ അല്ലെങ്കിൽ ബാക്ടീരിയനൊക്കെ നമ്മൾ ആദ്യം കൊന്ന് പിന്നെ സ്റ്റെയിൻ ചെയ്ത് ഒരു ഗ്ലാസ് സ്ലൈഡിൽ ഫിക്സ് ചെയ്ത് അതിന് മീതെ കവർ സ്ലിപ്പ് ഒക്കെ വെച്ച് ഭയങ്കര തിൻ ആയിട്ടാണ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഡെഡ് സ്പെസിമെൻസ് ആയിരിക്കും. ഡെഡ് സ്പെസിമെൻസിന് മാത്രം നമുക്ക് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ സ്റ്റെയിനിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ലൈവ് സ്പെസിമെൻസിനെ അവർക്ക് മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിലുള്ള ഇമേജ്. ഈ ത്രെഡ് പോലുള്ളതെന്ന് പറയുന്നത് ആക്ച്വലി ട്രിപ്പോണിമ പലീഡിയം എന്ന് പറയുന്ന ബാക്ടീരിയന്റെ മൈക്രോസ്കോപ്പിക് ഇമേജസ് ആണ്. ആൻഡ് ഇതാണ് ഒരു ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ ഡയഗ്രാം. ലൈറ്റ് സോഴ്സിൽ നിന്ന് മേലോട്ട് ലൈറ്റ് പോകും. അപ്പം ലൈറ്റ് സോഴ്സിന്റെയും കണ്ടൻസറിന്റെ ഇടയിലായിട്ട് ഇവരൊരു ഒപ്പാക് ലൈറ്റ് സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഒപ്പാക് ലൈറ്റ് സ്റ്റോപ്പ് ഇത്രയും ഭാഗത്തുള്ള ലൈറ്റ് കടത്തി വിടുന്നത് തടഞ്ഞു നിർത്തും. എന്നിട്ട് ഈ ഒരു ഭാഗത്തുള്ള ഹോളോ കോൺ ലൈറ്റ് വെച്ചിട്ടാണ് ബാക്കിയുള്ള സ്പെസിമെനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പും ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് നോക്കാം. സോ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ
ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ആയിട്ട് സ്പെസിമെൻ നമുക്ക് ഒബ്സർവ് ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വിത്ത് ലൈറ്റ് ഒബ്ജെക്ട്സ്. ഇമേജ് കോൺട്രാസ്റ്റ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ അതായത് ഡാർക്ക് ആയിട്ടാണ് കാണുക. പിന്നെ ലൈറ്റ് പാത്ത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ സ്പെസിമെനിലൂടെ തന്നെ ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കടത്തിവിടും. പക്ഷെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ ലൈറ്റ് സ്പെസിമെനിലൂടെ കടത്തിവിടുന്നില്ല, ലൈറ്റ് സ്കാറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുന്നുണ്ട്, ഡാർക്ക് ഫീൽഡിൽ സ്റ്റെയിനിങ് ചെയ്യുന്നില്ല. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് കൂടുതലും ലബോറട്ടറി യൂസസിലും ജനറൽ ഒബ്സർവേഷനിലുമാണ്. പിന്നെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് കൂടുതലും നമ്മൾ ലൈവ് സ്പെസിമെൻസിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് സത്യം പറഞ്ഞാൽ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ പോലെ തന്നെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ കുറച്ച് പോരായ്മകൾ ഓവർകം ചെയ്തിട്ടുള്ള ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇവിടെയും എന്താണ്, സ്റ്റെയിനിങ് ഇല്ലാണ്ട് ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജസ് നമുക്ക് കിട്ടും. ഇവിടെ എന്താണ്, ഒപ്പാക് ഡിസ്കിന് പകരം ഇവർ യൂസ് ചെയ്യുന്നത് ഒരു ആനുലാർ സ്റ്റോപ്പ് ആണ്. ആനുലാർ സ്റ്റോപ്പ് കണ്ടൻസറിലാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഇതും ഒരു ഹോളോ കോൺ ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഒബ്ജക്റ്റീവിലൂടെ പോകുന്ന ലൈറ്റ്, ഒബ്ജക്റ്റീവിന്റെ മീതെ ഫേസ് പ്ലേറ്റ് ഉണ്ടായിരിക്കും. സോ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ഉണ്ടായിരുന്ന എക്സ്ട്രാ പാർട്ട് എന്ന് പറയുന്നത് ഒപ്പാക് ഡിസ്ക് ആയിരുന്നു. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ രണ്ട് എക്സ്ട്രാ പാർട്ട് ഉണ്ട്. ഒന്ന് ആനുലാർ സ്റ്റോപ്പും പിന്നെ ഒന്ന് ഫേസ് പ്ലേറ്റും. ആനുലാർ സ്റ്റോപ്പ് കണ്ടൻസറിന്റെ അടിയിലാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഫേസ് പ്ലേറ്റ് ഒബ്ജക്റ്റീവിന്റെ അടുത്തായിട്ടായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ നമുക്ക് ഫിഗർ വെച്ചിട്ട് നോക്കാം. അപ്പം ഇവിടെ സംഭവിക്കുന്ന വെച്ചാല് ലൈറ്റ് സോഴ്സിൽ ലൈറ്റ് വരും, എന്നിട്ട് ആനുലാർ റിങ് ഇത്രയും ഭാഗത്തുള്ള ലൈറ്റ് തടഞ്ഞു നിർത്തും, എന്നിട്ട് ഒരു ഹോളോ കോൺ ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത് കണ്ടൻസർ ലെൻസ് ഫോക്കസ് ചെയ്യും, സ്പെസിമെനിലൂടെ കടത്തിവിടും. എന്നിട്ട് ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ ഇവിടേക്ക് വരുമ്പം ഇന്റർഫിയറൻസ് നടക്കും. എന്നിട്ട് ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസിന് മേലെ ഒരു ഫേസ് പ്ലേറ്റ് ഉണ്ട്. ഈ ഫേസ് പ്ലേറ്റിലൂടെ വേണ്ട ലൈറ്റിനെ മാത്രം കടത്തി വിട്ടിട്ട് നമുക്ക് ഇമേജ് ഉണ്ടാക്കി തരും. സോ ഇതിനാണ് നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ബേസിക്കലി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ പോരായ്മകളൊക്കെ എന്താണ് കുറച്ച് റെക്ടിഫൈ ചെയ്ത് അത്രേ ഉള്ളൂ. സോ ഇതെന്ന് പറയുന്നത് ഒരു നോർമൽ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിലുള്ള ഒരു ഇമേജ് ആണ്. ഇതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്ക് സെൽസിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബ്രൈറ്റ് ഫീൽഡിൽ നമുക്ക് സെൽ ഏതാണ്, ചുറ്റുമുള്ള ഭാഗം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഫേസ് കോൺട്രാസ്റ്റിൽ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പും ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ള ടേബിൾ ആണ്. സോ ഇതിന്റെ ഡാർക്ക് ഫീൽഡിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റിന്റെ ആംഗിൾ നമ്മൾ മാറ്റും, എന്നിട്ടാണ് നമ്മൾ ഇമേജിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. ഫേസ് കോൺട്രാസ്റ്റിൽ കൂടുതൽ നമ്മൾ റിഫ്രാക്ഷനും ഇന്റർഫിയറൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആണ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഒബ്ജക്ട്സ് ആണ് കാണുക. ഫേസ് കോൺട്രാസ്റ്റിൽ ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ഒബ്ജക്ട്സ് ആയിരിക്കും കാണുക. ഇമേജ് കോൺട്രാസ്റ്റ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ സ്റ്റെയിനിങ് രണ്ടെണ്ണത്തിൽ ആവശ്യമില്ല. ഓൾസോ ലൈറ്റ് പാത്ത് ഡാർക്ക് ഫീൽഡിൽ മൈക്രോസ്കോപ്പിൽ സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത്. ഫേസ് കോൺട്രാസ്റ്റിൽ ഇവിടെ ലൈറ്റ് റേസിന്റെ ഡയറക്ഷൻ മൊത്തത്തിൽ മാറുന്നുണ്ട്. ഓൾസോ വിഷ്വലൈസേഷൻ കുറച്ചും കൂടെ വൃത്തിക്ക് നടക്കുന്നത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിലാണ്. രണ്ടിലും നമുക്ക് ലൈവ് മൈക്രോ ഓർഗാനിസംസ് കാണാൻ പറ്റും. പിന്നെ റെസൊല്യൂഷനും കോൺട്രാസ്റ്റും പിന്നെ എഫിഷ്യൻസിയും കൂടുതൽ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിലാണ്. പിന്നെ വരുന്ന ടൈപ്പാണ് ഡിഫറൻഷ്യൽ ഇന്റർഫിയറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ DIC മൈക്രോസ്കോപ്പ്. DIC മൈക്രോസ്കോപ്പും ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിനെ പോലെ തന്നെയാണ്. പക്ഷെ എന്താണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പാണ് DIC മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പ് നമ്മൾ നൊമാർസ്കി ഒപ്റ്റിക്സ് എന്നും വിളിക്കാറുണ്ട്. സോ ഇവിടെ പ്രിൻസിപ്പിൾ എന്താ വെച്ചാല് രണ്ട് ലൈറ്റ് വേവ്സ് നമ്മൾ കടത്തിവിടും. ഈ രണ്ട് ലൈറ്റ് വേവ്സ് സ്പെസിമെനിലൂടെയും പോകും, സ്പെസിമെൻ ഇല്ലാത്ത ഭാഗത്തൂടെയും പോകും. അപ്പം സ്പെസിമെനിലൂടെ പോകുന്ന ലൈറ്റിന്
കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, സ്പെസിമിൻ ഇല്ലാത്ത ഭാഗത്തൂടെ പോകുന്ന ലൈറ്റിന് വേറെ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലൈറ്റ് വേവ്സ് തമ്മിൽ ഇന്റർഫിയറൻസ് നടക്കുമ്പോൾ ആ ഇന്റർഫിയറൻസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇവര് മൈക്രോസ്കോപ്പ് ഇമേജിനെ ഇവര് മാഗ്നിഫൈ ചെയ്യും. അപ്പം അത് കാരണം നമുക്ക് 3 ഡയമെൻഷണൽ ഇമേജസ് കിട്ടും. ഇത് ലൈവ് അൺസ്റ്റെയിൻ സ്പെസിമെൻസിനൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് DIC ഇമേജ്. DIC ഇമേജിൽ കുറച്ചും കൂടെ ഭയങ്കര വൃത്തിക്ക് നമുക്ക് സെൽസിനൊക്കെ കാണാൻ പറ്റും. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ ഹൈ റെസൊല്യൂഷൻ നമുക്ക് ഇമേജസ് കിട്ടൂല. ഭയങ്കര റെസൊല്യൂഷനിലാണ് നമുക്ക് DIC മൈക്രോസ്കോപ്പിൽ നമുക്ക് ഇമേജസ് കാണാൻ പറ്റുക. അടുത്താണ് ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പ്. ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പ് ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പിൽ നമ്മൾ സ്റ്റെയിനിങ്ങിന് നമ്മൾ ഫ്ലൂറസൻ ക്രോമോഫോർസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൂറസൻ ക്രോമോഫോർസ് നമ്മൾ ഫ്ലൂറോക്രോംസ് എന്നും വിളിക്കാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ വിസിബിൾ ലൈറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, മറിച്ച് അൾട്രാ വയലറ്റ് റേസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം സ്പെസിമെന്റിന് നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൂറോക്രോംസ് യൂസ് ചെയ്യും. ഫ്ലൂറോക്രോംസിന് എക്സാമ്പിൾ ആണ് ഒന്നെങ്കിൽ നാച്ചുറൽ ഫ്ലൂറസൻ സബ്സ്റ്റൻസ് ഉണ്ടാവും, ക്ലോറോഫിൽ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൂറസൻ സ്റ്റെയിൻസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടെക്സസ് റെഡ്, FITC, TAPI, അക്രിഡിൻ ഓറഞ്ച്, ഇതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലൂറസൻ സ്റ്റെയിൻസ് ആണ്. അപ്പം ഈ സ്റ്റെയിൻസിലുള്ള ഫ്ലൂറോക്രോംസ് ലൈറ്റ് വേവ്സ് കടത്തിവിടുമ്പോൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്രോമോഫോർസ് എന്താണ് എക്സൈറ്റ് ആവും, എന്നിട്ട് ഇവര് വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. മറ്റേ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിലും ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിലൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ സ്പെസിമിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് കടത്തിവിടും, എന്നിട്ട് ഈ ലൈറ്റിലാണ് നമ്മൾ മാഗ്നിഫൈ ചെയ്തിട്ട് ഇമേജ് കാണിക്കുന്നത്. ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പിൽ നേരെ വേറെ മെക്കാനിസം ആണ്. ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പിൽ സംഭവിക്കുന്നത് വെച്ചാൽ ലൈറ്റ് ഈ ക്രോമോഫോർസ് അല്ലെങ്കിൽ ഫ്ലൂറസൻ സബ്സ്റ്റൻസസ് അബ്സോർബ് ചെയ്യും. അൾട്രാ വയലറ്റ് റേസ് അല്ലെങ്കിൽ UV റേസിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അബ്സോർബ് ചെയ്തിട്ട് ക്രോമോഫോർ എക്സൈറ്റ് ചെയ്തിട്ട് അവര് വേറെ വേവ് ലെങ്തിലുള്ള വിസിബിൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യും, പുറപ്പെടുവിക്കും. ഈ വിസിബിൾ ലൈറ്റിനാണ് എന്നിട്ട് നമ്മൾ മാഗ്നിഫൈ ചെയ്തിട്ട് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെയും ഇമേജസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രൈറ്റ് കളേഴ്സ് അഗെയിൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഉള്ള ഇമേജ് ആണ് പുറപ്പെടുവിക്കുന്നത്. അപ്പം ഇത് മൈക്രോബയോളജിയിലൊക്കെ പാത്തജൻസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലത്തെ ചെറിയ ചെറിയ പാത്തജൻസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഡെഡ് സെൽസിനെയും ലിവിങ് സെൽസിനെയും തമ്മിൽ തരംതിരിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യും. കാരണം ഡെഡ് സെൽസും ലിവിങ് സെൽസും ഈ ഫ്ലൂറോക്രോം സ്റ്റെയിൻ ഒക്കെ അബ്സോർബ് ചെയ്യുന്നതിന്റെ ഇന്റൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് ഡെഡ് സെൽസിന്റെയും ലിവിങ് സെൽസിനും നമുക്ക് തരംതിരിക്കാൻ പറ്റും. പിന്നെ വേറൊരു ടെക്നിക്കാണ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് ടെക്നിക്ക്. ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് ടെക്നിക്ക് നമ്മൾ പൊതുവെ ഈ രോഗങ്ങളൊക്കെ പരത്തുന്ന ഡിസീസ് കോസിങ് മൈക്രോബ്സിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് ടെക്നിക്. ഇത് ആന്റിബോഡി ബൈൻഡിങ്ങിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ആന്റിബോഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്ന പ്രത്യേകം പ്രോട്ടീൻസിനാണ് നമ്മൾ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഈ ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കളായിട്ട് ബൈൻഡ് ചെയ്യും. ശരീരത്തിലുള്ള രോഗാണുക്കൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വസ്തുക്കൾ നമ്മൾ ആന്റിജൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ട് ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഉണ്ടാവും. അപ്പം ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് ടെക്നിക്കാണ് ഇത്. അപ്പം ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് ടെക്നിക്കിൽ 2 അപ്രോച്ച് ഉണ്ട്. ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് അസേ, ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് അസേ. സോ ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് അസേയിൽ എന്താ ചെയ്യാച്ചാല് നമുക്കൊരു ആന്റിബോഡി ഉണ്ടായിരിക്കും. ഈ ആന്റിബോഡിയിൽ നമ്മൾ ഫ്ലൂറോക്രോം പോയിട്ട് ബൈൻഡ് ചെയ്യിപ്പിക്കും. അപ്പം ആന്റിബോഡിയും ഫ്ലൂറോക്രോമും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. എന്നിട്ട് ആന്റിബോഡി പോയിട്ട് നമ്മുടെ ആന്റിജനിൽ ബൈൻഡ് ചെയ്യും. ആന്റിജനിൽ ബൈൻഡ് ചെയ്ത് ആന്റിബോഡിയും ഫ്ലൂറോക്രോമും ഒരു കോംപ്ലക്സ് ആവും. എന്നിട്ട് നമ്മൾ UV റേ കൊടുക്കും. UV റേ കൊടുക്കുമ്പോൾ ഫ്ലൂറോക്രോം എന്ത് ചെയ്യും? UV റേ അബ്സോർബ് ചെയ്യും, എന്നിട്ട് വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആന്റിജനിലോട്ട് നമ്മുടെ പ്രൈമറി ആന്റിബോഡി ഡയറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യും. അതായത് ഫ്ലൂറോക്രോം ഉള്ള ആന്റിബോഡി ഡയറക്റ്റ് ആയിട്ട് ആന്റിജനിൽ ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസിൽ നമുക്ക് വേറെയും 2 ടൈപ്പ് ആന്റിബോഡീസ് ഉണ്ട്. പ്രൈമറി ആന്റിബോഡി ഉണ്ട്, സെക്കൻഡറി ആന്റിബോഡി ഉണ്ട്. ഇവിടെ സെക്കൻഡറി ആന്റിബോഡിയിലാണ് ഫ്ലൂറോക്രോം
അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പ്രൈമറി ആന്റിബോഡിയിൽ ഫ്ലൂറോക്രോം ഇല്ല. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസിൽ നമ്മൾ ആന്റിജനായിട്ട് പ്രൈമറി ആന്റിബോഡി ബൈൻഡ് ചെയ്യും. ഈ പ്രൈമറി ആന്റിബോഡിയിലോട്ട് സെക്കൻഡറി ആന്റിബോഡി വന്ന് ബൈൻഡ് ചെയ്യും. സെക്കൻഡറി ആന്റിബോഡിയിലാണ് ഫ്ലൂറോക്രോം ഉള്ളത്. എന്നിട്ട് സെയിം പോലെ യുവിറെ കൊടുക്കും. യുവിറെ കൊടുക്കുമ്പോൾ ഫ്ലൂറോക്രോം എക്സൈറ്റ് ചെയ്യും. എന്നിട്ട് വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വിസിബിൾ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ നടത്താൻ പറ്റും. സോ ഇവിടെ ഇൻഡയറക്റ്റ് എന്ന് പറയാൻ കാരണം പ്രൈമറി ആന്റിബോഡിയിൽ ഫ്ലൂറോക്രോം ഇല്ല, സെക്കൻഡറി ആന്റിബോഡിയിലാണ് ഫ്ലൂറോക്രോം ഉള്ളത്. സെക്കൻഡറി ആന്റിബോഡി വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ആന്റിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പഠിക്കുന്നത്. സോ ദാറ്റ് ഇസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ്. ആൻഡ് ഇത് ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പിലൂടെ കിട്ടുന്ന ഇമേജ് ആണ്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ് കിട്ടുന്നത്. കാരണം ഫ്ലൂറോക്രോംസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഫ്ലൂറോക്രോംസ് കുറച്ച് തിളങ്ങുന്ന പോലത്തെ ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ടൈപ്പ് മൈക്രോസ്കോപ്പ് ആണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പ്. കൺഫോക്കൽ മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് 3D ഇമേജിങ് സാധ്യമാക്കും. സോ ഇവിടെ നമ്മൾ ലേസർ സ്കാനിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പൊതുവെ എല്ലാ മൈക്രോസ്കോപ്പും ഒരു 2D ഇമേജ് ആണ് തരിക. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരൊറ്റ ലെയറിലുള്ള ഇമേജ് ആണ് തരിക. കൺഫോക്കൽ മൈക്രോസ്കോപ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് കുറെ ലെയർ ആയിട്ട് ഇവര് മാഗ്നിഫിക്കേഷൻ നടത്തും. കുറെ ലെയറിന്റെ മാഗ്നിഫിക്കേഷൻ നടത്തി ഈ എല്ലാ ലെയറിനെയും കൂട്ടിച്ചേർത്തിട്ട് ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ആണ് കമ്പ്യൂട്ടർ വഴി തരുന്നത്. അപ്പം ഈ കൺഫോക്കൽ മൈക്രോസ്കോപ്പിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ ഫ്ലൂറസൻ സ്റ്റെയിൻസും യൂസ് ചെയ്യാറുണ്ട്. അത് കാരണം നമുക്ക് കോൺട്രാസ്റ്റും റെസൊല്യൂഷനും ഒക്കെ കൂട്ടാൻ പറ്റും. സോ പൊതുവെ ഒരു മൈക്രോസ്കോപ്പ് ഒരൊറ്റ സെഡ് പ്ലെയിനിലുള്ള മാഗ്നിഫിക്കേഷൻ നടത്തുക, ഒരൊറ്റ പ്ലെയിൻ. പക്ഷെ കൺഫോക്കൽ മൈക്രോസ്കോപ്പിൽ ഇങ്ങനത്തെ കുറെ പ്ലെയിനുകളുടെ മാഗ്നിഫിക്കേഷൻ നടത്തി കൂട്ടിച്ചേർത്ത് ഒരു 3 ഡയമെൻഷണൽ ഇമേജ് തരും. സോ അതൊരു വീഡിയോ ആണ്. കൺഫോക്കൽ മൈക്രോസ്കോപ്പിൽ ഒരു വീഡിയോ കാണാം. സോ ഇത് കണ്ടോ, ഇവിടെ ഒരു 3 ഡയമെൻഷണൽ പോലെ കുറെ ലെയേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കൊരു 3 ഡയമെൻഷണൽ ഇമേജ് ആണ് കമ്പ്യൂട്ടറിന് കിട്ടുന്നത്. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ ഓഫ് എ ബയോഫിലിം ആണ്. ബയോഫിലിംസ് ഒക്കെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺഫോക്കൽ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ 3D ഒബ്ജക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ 90 കൺഫോക്കൽ സെറ്റ് സെക്ഷൻസ് ആണ് നമ്മൾ മാഗ്നിഫൈ ചെയ്തത്. അപ്പം പൊതുവെ എല്ലാ മൈക്രോസ്കോപ്പിലും, അത് നേരത്തെ പഠിച്ച മൈക്രോസ്കോപ്പിലൊക്കെ ഒരൊറ്റ പ്ലെയിനിന്റെ മാഗ്നിഫിക്കേഷനും നടത്തുന്നുള്ളൂ. പക്ഷെ കൺഫോക്കൽ മൈക്രോസ്കോപ്പില് കുറെ സെറ്റ് പ്ലെയിൻസിന്റെ മാഗ്നിഫിക്കേഷൻ നടത്തി അതിനൊക്കെ കമ്പ്യൂട്ടറിൽ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ആണ് കിട്ടുന്നത്. ലാസ്റ്റ് ടൈപ്പ് ആണ് 2 ഫോട്ടോൺ മൈക്രോസ്കോപ്പ്. സോ 2 ഫോട്ടോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നേരത്തെ പഠിച്ച ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പിന്റെയും കൺഫോക്കൽ മൈക്രോസ്കോപ്പിന്റെ ഒക്കെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഫോട്ടോൺ മൈക്രോസ്കോപ്പ് നിർമ്മിച്ചത്. അപ്പം കൺഫോക്കൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് കട്ടിയുള്ള സ്പെസിമെൻസിനൊക്കെ ഒബ്സർവ് ചെയ്യാം. ബയോഫിലിംസ് എന്നൊക്കെ പറയുന്ന കുറച്ച് കട്ടിയുള്ള സ്പെസിമെൻസ് ആയിരിക്കും. അപ്പൊ അതിനൊക്കെ ഒബ്സർവ് ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ റെസൊല്യൂഷൻ എന്നാലും കുറവായിരിക്കും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും, കുറവായിരിക്കും. അപ്പം ലൈറ്റിന്റെ വേവ് ലെങ്ത് കുറവായിരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ ക്ലാരിറ്റി കുറവായിരിക്കും. സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഫോട്ടോൺ മൈക്രോസ്കോപ്സ് ഡെവലപ്പ് ചെയ്തു. 2 ഫോട്ടോൺ മൈക്രോസ്കോപ്സിൽ ലോങ് വേവ് ലെങ്ത് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലോങ് വേവ് ലെങ്ത് ലൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ എനർജി കുറവായിരിക്കും. അപ്പം ഈ ലൈറ്റ് വേവ്സ് നമ്മുടെ സ്പെസിമെൻസിന് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ കുറവായിരിക്കും. ഓൾസോ വളരെ തിക്ക് ആയിട്ടുള്ള സ്പെസിമെൻസിനുള്ളിൽ കൂടെ ഒക്കെ നല്ലോണം അവർക്ക് സൈഡിൽ എത്താൻ പറ്റും. സോ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ള ഇമേജസ് കിട്ടും. ആൻഡ് ഈ 2 ഫോട്ടോൺ മൈക്രോസ്കോപ്സ് വെച്ച് നമുക്ക് ലിവിങ് സെൽസിനൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ബ്രെയിൻ ടിഷ്യൂ, എംബ്രിയോ, പിന്നെ എൻറ്റയർ ആനിമൽസ്, ചെറിയ ചെറിയ ആനിമൽസിനൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. $300,000 to $500,000 വരെയാണ് 2 ഫോട്ടോൺ മൈക്രോസ്കോപ്പിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓൾസോ 2 ഫോട്ടോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യേണ്ട ഡൈ സ്റ്റെയിൻസ് എന്നൊക്കെ പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ്. ബട്ട് എന്താണ്, ഫ്യൂച്ചർ ടെക്നോളജീസ് കാരണം 2 ഫോട്ടോൺ മൈക്രോസ്കോപ്പിന്റെ എക്സ്പെൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ലൈറ്റ് മൈക്രോസ്കോപ്പില്
വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ്